ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ആൻഡമാനിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയാണ് വിഹാൻ. ഞങ്ങൾ ആൻഡമാനിന് മുകളിൽ എത്തിയിരിക്കുകയാണ്. അതിനു മുമ്പ് 1-2 ദ്വീപുകൾ തെളിഞ്ഞു കണ്ടിരുന്നു. ഇത് വലിയ ദ്വീപ് കുറച്ച് ദൂരം മുതൽ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതാണ് കണ്ടാൽ ഏതാണ്ട് അതിൻ്റെ പകുതിയിലധികം കാടുകളാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ വിശദവിവരങ്ങൾ പിന്നീടുള്ള വീഡിയോകളിൽ പറയുമെന്നുള്ളതുകൊണ്ടാണ് എത്ര ശതമാനം കാടുകളാണ് ഉള്ളതെന്നൊന്നും പറയുന്നില്ല. എന്തായാലും ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. ഇത് പോർട്ട് ബ്ലെയർ വിമാനത്താവളമാണ്, പക്ഷേ ഇപ്പോൾ ഇതിനെ വിജയപുരം വിമാനത്താവളം എന്ന് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ താമസിക്കാനുള്ള എമറാൾഡ് ഹോട്ടൽസ് 5 സ്റ്റാർ ഹോട്ടലാണെന്നാണ് തോന്നുന്നത്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഞങ്ങൾ 25 പേരാണ് മാനേജറടക്കം ഉള്ളത് ഈ ടീമിൽ. ഇതാണ് നമ്മുടെ ടൂർ മാനേജർ ഹരീഷിനെയാണ്, ചെറിയ കുട്ടിയാണ്. ഒരു 45 മിനിറ്റ് വരുന്ന ഷോ ആയിരിക്കും. ആ ഷോ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ചു ഹോട്ടലിലേക്ക് പോരുകയാണ്. ഞങ്ങൾ സോമൻസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഗ്രൂപ്പ് ടൂറിലാണ് വന്നിട്ടുള്ളത്. 25 പേരാണ് ഞങ്ങൾ ആകെ. ഇപ്പോൾ ഞങ്ങൾ ആൻഡമാൻ ദ്വീപിലൂടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ പതാക പോയിന്റ്, മറീന പാർക്കിലുള്ള പതാക പോയിന്റ് കാണാൻ വേണ്ടി ഉള്ള യാത്രയിലാണ്. ഞങ്ങളുടെ വാഹനം ഞങ്ങളെയും കൊണ്ട് ആൻഡമാൻ ദ്വീപിലൂടെ മറീന പാർക്കിലെത്തി വന്നു. മറീന പാർക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പതാക പോയിന്റ് എന്ന് പറയുന്നത് 1943 ഇന്ത്യയിൽ പതാക ഉയരുന്നതിന് മുമ്പ് നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർന്നത് ആൻഡമാനിലാണ്. ആൻഡമാനിലേക്ക് നാട് കടത്തപ്പെട്ട ദേശാഭിമാനികൾ ചേർന്ന് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ ആണ് ഈ പതാക ആദ്യം ഉയർത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പിന്നീട് ഞാൻ തരുന്നതായിരിക്കും. ഇതാണ് 1943 ആണ് ഇന്ത്യയുടെ പതാക. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ പതാക, നമ്മുടെ സ്വാതന്ത്ര്യ പതാക ഉയർന്നത് ഇവിടെയാണ്, ആൻഡമാൻ ദ്വീപിലാണ്. ഈ കാണുന്നത് ബേ ഓഫ് ഐലൻഡ് ആണ്. ഈ കാണുന്ന റോസ് ഐലൻഡ് ആണ്. ഇതാണ് മറീന പാർക്കിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ടൂറിലുള്ള അംഗങ്ങൾ, 25 പേര്. പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ ശൃംഗാരമധൂറും ബംഗാൾ കടലിലെ തിരമാലകളിൽ ദ്വീപിലാണല്ലോ എന്ന് പേരുള്ള ബീച്ചാണിത്. കണ്ടാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ബീച്ച് പോലെയാണുള്ളത്. ഇവിടെ ഇതിന് ചുറ്റിലും തെങ്ങുകൾ ധാരാളമായി കാണുന്നുണ്ട്. അവിടെയുള്ള ബീച്ചുകളെ പോലെ തന്നെ കാണാൻ ഭംഗിയൊന്നുമില്ല, മുഴുവൻ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഈ വീഡിയോ ഒരു കൗതുകത്തിന് എടുത്തതാണ്. എത്ര നിഷ്കളങ്കമായാണ് ആ കുട്ടികൾ പൂഴി വാരി കളിക്കുന്നതെന്ന് നോക്കുക. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോയതുപോലെയുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ സെല്ലുലാർ ജയിൽ. നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള ആൻഡമാനിലെ പ്രസിദ്ധമായ സെല്ലുലാർ ജയിലിൽ നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാനാണ് ഈ സന്ധ്യാനേരത്ത് എത്തിയിട്ടുള്ളത്. വീഡിയോ എടുക്കുന്നതിൽ കർശനമായ നിരോധനമുണ്ട്. അതുകൊണ്ട് ഒളിച്ചാണ് ഈ ചെറിയ വീഡിയോ എടുത്തിട്ടുള്ളത്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ചിത്രങ്ങളൊന്നും കാണിക്കാൻ കഴിയാത്തതിൽ സങ്കടമുണ്ട്. സെല്ലുലാർ ജയിലിലെ ഭീകരമായ മർദ്ദനങ്ങളുടെ ചിത്രീകരണമൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എന്നാൽ നിങ്ങൾ ആൻഡമാനിലെ ഒരു പ്രഭാത സഞ്ചാരത്തിൻ്റെ വീഡിയോയോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വീഡിയോ ഇനി മുതൽ ലഭ്യമായിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ.